പ്രിയപ്പെട്ടവരെ, ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡർ പറഞ്ഞിരിക്കുന്നത് US military families to contact troops in West Asia within 24 hours. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സൈനികരുടെ കുടുംബങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബക്കാർ സൈനികരായി മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ 24 മണിക്കൂറിനിടയിൽ കോണ്ടാക്ട് ചെയ്യണമെന്നാണ്. കാരണം ഒരുപാട് US സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണസംഖ്യ അമേരിക്ക മറച്ചു വെക്കുകയാണ്. ഇത് പൂർണ്ണമായ ബോധ്യത്തോടെയാണ് ഇറാന്റെ സൈന്യം ഇത് പ്രഖ്യാപിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇറാനിയൻ കമാൻഡർ ഓഫ് ദി ആർമി ഗ്രൗണ്ട് ഫോഴ്സ് അഡ്വൈസ്ഡ് അമേരിക്കൻ മിലിറ്ററി ഫാമിലീസ് ടു കോണ്ടാക്ട് their children in West Asia within the next 24 hours. ഏകദേശം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സൈനികരായ നിങ്ങളുടെ കുടുംബങ്ങൾ, മക്കൾക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. US is hiding the number of the dead soldier according to IRGC. ഇറാനിന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്ന പ്രകാരം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റിൽ മരണപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം അവർ വെളിപ്പെടുത്തുന്നില്ല, അവർ അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് വായിക്കേണ്ടതില്ല. ഡൊണാൾഡ് ട്രംപിന്റെ മുഖം കണ്ടാൽ തന്നെ എത്രമാത്രം മ്ലാനമായിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഇറാൻ സൈനികരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഇങ്ങനെ അവർ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മരണസംഖ്യ കൃത്യമായി ബോധ്യപ്പെടും. അത് അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രക്ഷോഭങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമാകും. ഇപ്പോൾ തന്നെ മില്യൺ കണക്കിന് ആളുകളാണ് ട്രംപിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നോക്കിംഗ് എന്നറിയപ്പെടുന്ന വലിയ പ്രതിഷേധ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ സൈനിക കമാൻഡറിന്റെ ഈ പ്രസ്താവന അമേരിക്കയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആളിക്കത്തിക്കാൻ പറ്റിയ രൂപത്തിൽ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്നത് വ്യക്തമാണ്. കാരണം വലിയ രീതിയിൽ അമേരിക്കൻ സൈനികർ മരണപ്പെട്ടു എന്ന് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്.